സത്താനേ നമ്മുടെ മന്ത്രി. ഞങ്ങളെ കാര്യം നോക്കേണ്ടേ എന്നുടെ മന്ത്രി. ജീവിക്കണ്ടേ ഞങ്ങൾക്കിന്നാശമാർക്ക്. കുട്ടി കുടുംബം നമ്മൾക്കുമുണ്ടോ മന്ത്രി. പ്രായപ്പെട്ട മാതാപിതാക്കളുണ്ട്. മരുന്ന് വാങ്ങാൻ കാശു കൊടുക്കണം മന്ത്രി. നമ്മുടെ മക്കൾക്കിന്നോരെ ആഹാരം കൊടുക്കാൻ എല്ലാത്തിനും കാശൊന്നു വേണ്ടേ മന്ത്രി. എല്ലാ ജോലിയും ഞങ്ങള് ചെയ്യുന്നില്ലേ. മന്ത്രി വിളിച്ചാൽ പുറകെ വരുന്നുണ്ടല്ലോ. വയോജനങ്ങളെ ഞങ്ങള് നോക്കുന്നില്ലേ. നമ്മുടെ ആരോഗ്യം നോക്കാൻ ആരുണ്ട് മന്ത്രി. ഞങ്ങളെ നോക്കേണ്ട കടമയതില്ലേ. 10-18 വർഷങ്ങളായി ഒന്നുമില്ല. ഞങ്ങൾക്കിങ്ങനെ പണി ചെയ്താൽ അസുഖം വരും. അതിനുള്ളൊരു ചികിത്സയും ഫ്രീയാക്കണം. ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് മുൻഗണന വേണം. എല്ലാ ടെസ്റ്റും നമ്മൾക്ക് ഫ്രീയാക്കണം. ഓണറേറിയം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കൂ. 62 കഴിഞ്ഞാൽ പെൻഷൻ തരണം. പിരിയുമ്പോഴോ 5 ലക്ഷം തരണേ. ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുകയില്ല. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിരിക്കും. 20ാമത്തെ ദിനമാണിത് മന്ത്രി. ഞങ്ങളെയൊന്ന് വന്നൊന്നേ കണ്ടുകൂടെ. പരിഹാരങ്ങളൊന്നായി തീർത്തോടെ. സുന്ദരിയായൊരു മുത്താണി നമ്മുടെ മന്ത്രി. മുത്തായുള്ളൊരു സത്താണി നമ്മുടെ മന്ത്രി. ലഭിക്കാൻ പെൺകുട്ടികളെ പെട്ടുകഴിഞ്ഞ കാലത്ത് പുരുഷന്മാരെ ചന്തയിലെ കച്ചവടമ്പോൾ തീർക്കുകയാണ് പടച്ചോനെ ഈ ലോകത്ത്. 10ഉം 25ഉം 50ഉം ആഭരണം ചോദിക്കുന്നു. പത്രോസേറ്റം കൂട്ടാൻ 20,000 സ്ത്രീധനം വാങ്ങുന്നു. പട്ടയടിച്ച് നടക്കുന്നവർക്കും കെട്ടും കോടിക കിട്ടുന്നു. പണമുള്ളവരുടെ പെൺമക്കൾ തന്നെ കാകങ്ങ് കഴിയുന്നു. എന്തൊരു ഗുരുമാല് ഇവിടവിലുള്ളൊരു മാമോല്. അതിനാൽ പെൺമക്കൾക്ക് ഇന്നൊരു തുണയില്ല. പാവപ്പെട്ടോർക്കൊരു ഗതിയില്ല. പൊന്നും മിന്നും താരിയുമാലകളേറെ ലഭിക്കാൻ ഞാൻ പെൺകുട്ടികൾ എത്തുകയില്ല കാലത്ത്. പുരുഷന്മാരെ ചന്തയിലേവൻ കാടി കച്ചവടം വിൽക്കുകയാണ് പടച്ചോനെ ഈ ലോകത്ത്. പാവങ്ങൾക്കൊരു പെണ്ണ് പിറന്നാൽ ജീവിതം എന്നത് കിട്ടൂല. പൊന്നും സ്ത്രീധന സ്വത്തം കൊടുത്തിട്ടില്ലേ പെണ്ണിന് പറ്റൂല. പുരുഷന്മാരുടെ വിൽക്കൽ നിർത്താൻ ആരും മുന്നിൽ നിൽക്കൂല. എന്തൊരു ഗുരുമാല് ഇവിടവിലുള്ളൊരു മാമൂല്. അതിനാൽ പെൺമക്കൾക്ക് ഇന്നൊരു തുണയില്ല. പാവപ്പെട്ടോർക്കൊരു ഗതിയില്ല. പൊന്നും മിന്നും താലിയുമാലകളേറെ ലഭിക്കാൻ ഞാൻ പെൺകുട്ടികൾ എത്തുകയില്ലേ കാലത്ത്. പുരുഷന്മാരെ ചന്തയിലേവൻ കാരി കച്ചവടമ്പോൾ നിൽക്കുകയാണ് പടച്ചോനെ ലോകത്ത്. ആദരണീയരായ ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ ആശാ വർക്കർമാരെ, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ അങ്ങേയറ്റം നെയ്യാൾഡാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞങ്ങളെ അവിടെയും ഉണ്ട് ബിന്ദുവും സിന്ധുവും ഒക്കെ ആശാ വർക്കർമാർ. ഞങ്ങളുടെ വീട്ടിൽ ദിവസവും വരും. മാമ കലിയുണ്ടോ, മാമിക്ക് എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ്. കാരണം അടിസ്ഥാന വർഗത്തിലുള്ളവരാണ് നിങ്ങൾ. കേവലം 300 രൂപ പോലും ഇല്ല, 200 ചിലവാനും രൂപ ഉണ്ട്. നിങ്ങളുടെ പ്രസ്താവനകളൊക്കെ കാണുന്നു. കുട്ടികളുടെ ഫീസ്, അമ്മയ്ക്ക് വാടക കൊടുക്കണം, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒരു ജീവൻ സമരം ആണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ വിടരുത്. ഇക്കാലിനി ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇനി ഒരു സമരം നിങ്ങൾക്ക് നടത്താൻ സാധ്യമല്ല.
നിങ്ങൾക്ക് നമുക്ക് ഒരു രാഷ്ട്രീയവുമില്ല ഇവിടെ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ സമരമല്ല. ഒരു ചാൺ വയറിന് വേണ്ടി ഈ ലോകത്ത് ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം, പ്രത്യേകിച്ച് അപരകളാണ്, സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. നിങ്ങൾ ഈ ഹൃദയത്തിലെ ഈ ധമനികൾ എങ്ങനെയാണോ അതുപോലെയാണ് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ നിങ്ങൾ ഓരോ കുടുംബവുമായിട്ട് ഇടപഴകി ജീവിക്കുന്നത്. നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ഓരോ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്, എത്ര കിടപ്പ് രോഗികളുണ്ട്, ആരെല്ലാം എന്തെല്ലാമാണെന്ന് അതിന്റെ പൾസ് അറിയുന്നവർ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നവരോ രാഷ്ട്രീയ നേതാക്കളോ അല്ല, നിങ്ങളെ പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്റെ കള്ളിക്കാട് പഞ്ചായത്തിൽ നിന്നും ഇവിടെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കാം, ഇവിടെ വന്നിരിക്കാം. ഒരാഴ്ച കൊണ്ട് വിചാരിക്കുന്നു ഒന്ന് കാണണം ഈ ആൾക്കാരുടെ ആ ഒരു സമര ആവേശവും. ഞാനും ഇവിടെ പല വിധത്തിലുള്ള സമരങ്ങൾക്ക് കടന്നിട്ടുള്ളതാണ്. ട്രാൻസ്പോർട്ടിലെ ജീവനക്കാർ എത്രയോ സമരങ്ങളിൽ, ഞാൻ ട്രാൻസ്പോർട്ട് റിട്ടയർഡ് ജീവനക്കാരനാണ്. ഒരുപാട് അമ്മമാർ 28 വർഷം കൊണ്ട് എല്ലാം നിങ്ങളുടെ മുഴുവൻ ഈ സമൂഹത്തിലെ എല്ലാ ആളുകളെയും കാണുകയും മനസ്സിലാക്കി. ഒരു ബസ്സിനകത്ത് കാരണം ആളുകൾ അറിയാമല്ലോ, ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള എല്ലാവരെയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ കേരളത്തിന്റെ സമൂഹം നിങ്ങൾക്ക് കൂടെ ഉണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഭയക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ആപാലവൃദ്ധം ജനങ്ങൾ, പത്രം വായിക്കുന്നവർ, TV കാണുന്നവർ, ഇന്നലെ ആ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആ മേഡം സാധിക്കുന്നു. എനിക്ക് അവർ വളരെ ഭംഗിയായിട്ട് ഇന്നലെ പ്രസന്റ് ചെയ്തു ഏഷ്യാനെറ്റിൽ. ഇന്നലെ ആ വിനു ജോൺ പറഞ്ഞ കാര്യം മാത്രം പ്രസക്തമായി ആളെന്ന് കുറിച്ച് ഞങ്ങൾ ഒരു രാഷ്ട്രീയവും പറയുന്നില്ല, ഞങ്ങൾ മുഖ്യമന്ത്രിയെ ഒന്നും പറയുന്നില്ല, ഞങ്ങൾക്ക് മന്ത്രിമാരെ പറയുന്നില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. രാഷ്ട്രീയ സമരമല്ല, ജീവിക്കാനാണ് ഈ സമരം. മനുഷ്യനായി ജനിച്ചു പോയി ഞങ്ങൾക്ക് മാന്യമായ അല്ലെങ്കിലും 230 രൂപ എന്തു പറയാൻ, ഒരു രൂപയുടെ ഒരു പൈസയുടെ വില പോലും ഇല്ല. ഒരു രൂപയ്ക്ക് ഇന്ത്യയിൽ സാമ്പത്തിക ശാസ്ത്രം സെറ്റപ്പോ പൈസയ്ക്ക് വിലയില്ല. 500 രൂപ നോട്ട് കൊണ്ടിറങ്ങിയാൽ പോലും ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്നുമില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഓർഡറേറിയം തരിക, 5 ലക്ഷം രൂപ നിങ്ങളുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റായി തരിക എന്ന് തുടങ്ങിയിട്ടുള്ള ന്യായമായ കാര്യങ്ങളാണ് നിങ്ങൾ. ഞാനൊരു രാഷ്ട്രീയത്തിലുമില്ല. 35 വർഷമായി ഞാൻ എൻ്റെ വെള്ളം ഇവിടെ പതിച്ചിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോകില്ല, സത്യമാണ്. 35 വർഷമായി ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ അപ്പോൾ പറയും ഉടനെ അരാഷ്ട്രീയം എന്ന് പറയും. രാഷ്ട്രീയം ഉള്ളതാണ്, രാഷ്ട്രീയമാണ് ഇവിടെ നമ്മൾ അന്വേഷിച്ചിട്ട്. അത് വേറെ കാര്യം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു വാക്ക് പോലും ഇവിടെ ഞാൻ സംസ്ഥാന മാഡത്തിനോട് പറഞ്ഞു ഇവിടെ. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു കാലിലെ ഉപ്പ് പാലിലിട്ടാൽ മുഴുവനും വിരിഞ്ഞു എന്ന് പറയുന്നത് പോലെ ഇവിടെ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ഒരു രാഷ്ട്രീയത്തിനും നമ്മുടെ എതിരല്ല. കോൺഗ്രസ്സുകാരനായിരുന്നാലും BJPക്കാരായിരുന്നാലും പിന്നെ എന്താണ് മാർക്സിസ്റ്റുകാരായിരുന്നാലും അതിവിടെ ഒരു ഇഷ്ടവുമല്ല. ഇവിടെ ജീവിക്കാനാണ് ഈ സമരം. പാവപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഈ സഹന സമരത്തിന് കേരളം ഒട്ടാകെ പിന്തുണയുണ്ട്, ഒരു സംശയമില്ല. കണ്ടപ്പോൾ കഷ്ടം തോന്നുന്നു. വനിതകളാണ്, എങ്ങനെ രായെന്നില്ല പകലെന്നില്ല. ഈ പ്രകൃതി നിങ്ങളോട് അനുകൂലം ഉണ്ടായിരിക്കും. രാത്രിയായിരുന്നാലും മഴ വന്നിരുന്നാലും ശരി, നിങ്ങൾ പിന്മാറുകയില്ല. കാലത്ത് മഴ പെയ്തപ്പോൾ ഞാൻ വീട്ടിലെന്താലോചിച്ച് ഇവിടെ നിന്ന് 28 കിലോമീറ്ററാണ്. പാവം അതുങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. എന്തും ചെയ്യും. മഴ വന്നാലും നിങ്ങൾ നനഞ്ഞുകൊണ്ടായിരുന്നാലും ഇവിടെ ഇരിക്കും. ഇതിന്റെ ഒരു അവസാനം കണ്ടിട്ടേ നിങ്ങൾ പോകൂ. ഞാനൊരു പ്രസംഗവീരനോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാം. ഒരു രാഷ്ട്രീയത്തിലും ഞാനില്ല എന്ന് പറഞ്ഞല്ലോ. ഒരു സ്ഥിരം പ്രൊഫഷണൽ പ്രസംഗകനൊന്നും അല്ല ഞാൻ. പിന്നെ അതുകൊണ്ട് നിങ്ങളെ കാണാനും നിങ്ങളുടെ അനുഭാവവും അനുകൂലവും നിങ്ങളോടുള്ള ഈ സഹന സമരത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു. പ്രസംഗമല്ല, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരുപാടൊക്കെ വരുന്നുണ്ട് തള്ളുകൾ പത്രത്തിലൂടെ. അംഗനവാടിക്കാർക്ക് അത് കൊടുക്കാം, ഇത് കൊടുക്കാം, ആശാ വർക്കർമാർക്ക് അതൊന്നും വൈകി പോവില്ല. വിശപ്പിന് പൈസ അല്ലെങ്കിൽ ജീവിക്കാനായിട്ടാണ്. ഒരു തരത്തിൽ നമ്മൾ PSCയിലേക്കൊന്നും കടക്കുന്നില്ല. അറിയാമല്ലോ, നിങ്ങളെല്ലാം വായിക്കുന്നവരാണ്. 4-5 ഇരട്ടി 3-4 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നു. പാവം നിങ്ങൾക്ക് 230 രൂപ. ഇതിനേക്കാളും നിങ്ങളെ ആക്ഷേപിക്കാൻ ഇനി ഒന്നുമില്ല. വനിതകളാണ്, സ്ത്രീ സൗഹൃദ ലോകമാണ്, നവയുഗമാണ്. അമ്മമാരെ എത്ര നാര്യത്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. അർത്ഥം അറിയാമോ? സ്ത്രീയെ ബഹുമാനിക്കുന്നിടത്ത് സകല ഐശ്വര്യങ്ങളും നന്മയും ഉണ്ടാകും എന്നാണ്. എത്ര നാര്യത്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത തത്ര നാത്തിന പൂജ്യന്തേ ന ശസ്ത്ര ഫലക്രിയ. രണ്ടാമത്തെ വീടാർത്ഥം, ആ സ്ത്രീ കണ്ണീര് വീണാൽ, സ്ത്രീ സങ്കടപ്പെട്ടാൽ നശിച്ച് മാറാണക്കല്ലാവും ഈ ലോകത്താണ് ഈ കേരളം. എവിടെയായിരുന്നാലും സ്ത്രീയുടെ കണ്ണീര് വീണാൽ നശിക്കും. എത്ര അബലകൾ ആയ സ്ത്രീജനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്.
ദാരിദ്ര്യവും ദുഃഖവും ജീവിക്കാനാണ് ഈ സമരം. വിദ്യാഭ്യാസമുള്ളവരുണ്ട്, നല്ല അതിന് തക്കമുള്ള PSC ജോലിയോ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. എന്തോ കഷ്ടകാലത്തിന് ഇത് വന്നു പെട്ടുപോയി. ആശാ വർക്കർ എന്നുള്ള രീതിയിൽ വന്നു പെട്ടുപോയി. ഇനി വേറെ എന്ത് ചെയ്യാൻ? ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ പെണ്ണുങ്ങളെ വഴിതെറ്റിപ്പിക്കുകയും അങ്ങോട്ട് പറയുന്നില്ല, യൂട്യൂബിൽ കയറി പൈസ ഉണ്ടാക്കാനും നമ്മൾ അങ്ങോട്ട് കിടക്കുന്നില്ല. ആ സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അപ്പോൾ മര്യാദയുടേതായിട്ടുള്ള ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ, പാട്ട്, കൂട്ട്, ഇതൊക്കെ ഉള്ള പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ട്. അല്ല, തെറ്റിപ്പോയി, ക്ഷമിക്കുക, അങ്ങനെയല്ല. കൂട്ടെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയല്ല. നിങ്ങൾ പാട്ട്, സംഗീതം, ഇതൊക്കെ ടൈം പാസിന്. പിന്നെ നേതാക്കന്മാരൊക്കെ വരും, അവരെല്ലാം സംസാരിക്കും. എല്ലാവിധമായ ആശംസകളും നേർന്നുകൊള്ളുന്നു. നിങ്ങളുടെ ഈ സമരം വിജയിക്കും, യാതൊരു സംശയമില്ല. നിങ്ങൾ മുറുകെ തന്നെ ഒരേ ഒരൊറ്റ ജീവിക്കാനുള്ള ആ സകല സമരം, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം, ജനിച്ചുപോയി ഒന്നിൽ മരണമല്ലെങ്കിൽ വിജയം, അതിലേക്ക് നിങ്ങൾ പിടിച്ചു നിൽക്കുക. എല്ലാവിധമായ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. സംസാരിച്ചു. ആശാ വർക്കർമാരെ കാണാൻ വന്നു. എന്താണ് ഞങ്ങൾ ചെയ്ത പ്രവർത്തനം? ഞങ്ങൾക്ക് ആയിരങ്ങൾ അല്ലേ, 10-30,000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരാതിരുന്നത് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വരുന്നു അല്ലേ. ഇത്ര രൂപ ശമ്പളമേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന പൊതു കാര്യങ്ങൾക്ക് പോലും അവർ പറയുന്ന വാക്കുകളുണ്ട്. ആശാ വർക്കർമാർക്ക് വേണ്ടി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇന്നിവിടെ പ്രഖ്യാപിച്ച 3 മണിക്കുള്ള സമരത്തിന് നിങ്ങളെല്ലാവരും, നിങ്ങൾ ആശാ വർക്കർമാർ, നിങ്ങൾ ആരും എണീറ്റ് പോകരുത്. ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴും കോരിച്ചെരിയുന്ന മഴയത്തും അവരിവിടെ എല്ലാവരും, ബിന്ദുവും എല്ലാം. എനിക്ക് സന്തോഷം തോന്നിയത് കുറച്ചൊരു ടാർപ്പാളം പിടിച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയൊക്കെ കൂടെ ടാർപ്പാളം പിടിച്ചുകൊണ്ട് അവരെ ചുറ്റും കൂടി നിന്നപ്പോൾ അവിടെയാണ് ഒരു ലീഡർഷിപ്പ്, ഒരു നേതാവ് അല്ലേ. മിനിയും ബിന്ദുവും സദാനന്ദൻ സാറും ഒരു ലീഡർഷിപ്പ്, നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരെ ആ ചേർത്ത് പിടിച്ചത് ആ വ്യക്തികളെ നിങ്ങളും ചേർത്ത് പിടിക്കണം. ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ സർക്കാരിനെ, നിങ്ങളെ ആശാ വർക്കർമാരെ എടുത്തു കളഞ്ഞുകൊണ്ട് ഇത്രയും ആശാ വർക്കർമാരെ തിരിച്ചെടുക്കാനുള്ള ആർജവം അവർക്കുണ്ടാക്കാണോ? ഇല്ല. നിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഇങ്ങനെ ഇറക്കിയിട്ടുള്ളത്. ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും ഞങ്ങളുടെ മഹിളാ കോൺഗ്രസ് തന്നെ, ഞങ്ങളുടെ പാർട്ടി 3-ാം തീയതി ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആശാ വർക്കർമാർക്ക് അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും, PD സതീശൻ സാർ ഉൾപ്പെടെ ഇതിനു വേണ്ടി 3-ാം തീയതി നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങൾ ആശാ വർക്കർമാരുടെ ശമ്പളം കൂട്ടുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കൗൺസിലർ പ്രിയങ്കരിയായ